ബീഹാറിലെ മുസാഫർപൂരിലെ യാചകയുടെ വീട്ടില് നടത്തിയ റെയ്ഡില് കണ്ടെടുത്ത സാധനങ്ങള് കണ്ട് ഞെട്ടല് മാറാതെ പോലീസ്. 1 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു KTM ബൈക്ക്, 12 മൊബൈല് ഫോണുകള്, പല രാജ്യങ്ങളില് നിന്നുള്ള വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെ കണ്ടെടുത്തു. ബ്രിട്ടീഷ് രാജകാലത്തെ വെള്ളി നാണയം വരെ കൂട്ടത്തിലുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. നിരവധി വീടുകളില് നിന്ന് ഇവർ മോഷണം നടത്തിയെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസിന്റെ കണ്ടെത്തല്. നീലം ദേവിയെന്ന പേരുള്ള സ്ത്രീയാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. പ്രദേശത്ത് വീടുവീടാന്തരം കയറിയിറങ്ങി ഇവർ ഭിക്ഷയാചിക്കാറുണ്ടെന്ന് പ്രദേശവാസികള് പറഞ്ഞതായി റൂറൽ SP വിദ്യാസാഗർ പറഞ്ഞു. പതിയെ ഭിക്ഷാടനത്തില് നിന്ന് മാറി ഇവർ കൊതുക് വലകളും വിൽക്കാൻ തുടങ്ങി. ഭിക്ഷാടനത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം വീടിനുള്ളിലെ വസ്തുക്കളെ ലക്ഷ്യം വച്ചുള്ളവയാണെന്ന് പിന്നീട് മനസ്സിലായി. നീലം കണ്ടു വച്ചു പോകുന്ന സ്ഥലങ്ങളില് മരുമകൻ ചുടുക്ക് ലാല് രാത്രിയെത്തി മോഷണം നടത്തും. ഇത് പതിവായിരുന്നെന്നും റൂറൽ SP വിദ്യാസാഗർ കൂട്ടിച്ചേർത്തു. നീലം ദേവി അറസ്റ്റിലായതോടെ മരുമകൻ ചുടുക്ക് ലാല് ഒളിവിൽ പോയി. പോലീസ് ഇപ്പോഴും പ്രതിക്ക് വേണ്ടി തിരച്ചില് നടത്തുകയാണ്. കണ്ടെടുത്ത സാധനങ്ങളെല്ലാം മരുമകന്റേതാണെന്ന് നീലം ദേവി പറഞ്ഞതായി പോലീസ് പറഞ്ഞു. ഇവരുടെ വീട്ടില് നിന്ന് പിടിച്ചെടുത്ത KTM ബൈക്ക് മോഷണത്തിന് ഉപയോഗിച്ചതായും പോലീസ് സംശയിക്കുന്നു. വിവിധ ബ്രാൻഡുകളിലുള്ള 12 മൊബൈല് ഫോണുകളാണ് കണ്ടെടുത്തിട്ടുള്ളത്. നേപ്പാള്, അഫ്ഗാനിസ്ഥാൻ, കുവൈറ്റ് എന്നിവിടങ്ങളില് നിന്നുള്ള നാണയങ്ങളും സ്വർണമാല, മറ്റ് സ്വർണാഭരണങ്ങള്, KTM ബൈക്ക് എന്നിവയും കണ്ടെടുത്തവയിൽ ഉൾപ്പെടുന്നു. അതേസമയം വിദേശ നാണയങ്ങള് എങ്ങനെ ഇവരുടെ കയ്യിലെത്തിയെന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു.